ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയ്ക്ക് പരിക്കേറ്റത് കുരുക്കിൽ വീണത് മൂലമെന്ന് സംശയിക്കുന്നതായി എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ. കടുവ അവശ നിലയിലാണ്. 2 ദിവസങ്ങൾക്കുള്ളിൽ കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി നമുക്ക് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഗ്രിഡായി തിരിച്ച് ചതുപ്പുകളെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഒരു ചതുപ്പിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും മിക്കവാറും കൂടിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 300 മീറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൂട്ടിൽ കയറുന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഫർദർ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യും. അവിടെ തന്നെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. പരിക്ക് നമ്മൾ കണ്ടെടുത്തോളം കുറച്ച് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഇന്നലെ കണ്ട ഫുട്ടേജിലൊക്കെ നമുക്ക് ഏകദേശം അതിനൊരു ധാരണയുണ്ട്. എന്നാൽ പോലും നമുക്കിനി അത് ഡോക്ടർ എത്തി അത് ശരിക്കും പരിശോധന ശേഷം കറക്റ്റ് ഇത് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിനി കൂട്ടിൽ കയറാത്ത പക്ഷം മിക്കവാറും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള ഒരു ഇതിലേക്ക്, അത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷന് ശേഷം ഹയർ ഓഫീഷ്യൽസ് അത് തീരുമാനിക്കും. അങ്ങനെ മയക്കുവെടി വെച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ മയക്കുവെടി വെച്ച് എടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ശരിയാണ്. രാഹുൽ, എന്തൊക്കെ നീക്കങ്ങളാണ് ഇവർ നടത്താൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടുവയുടെ കാലിലെ പരിക്ക് ഗുരുതരമായി തന്നെ അങ്ങനെ ഉള്ളതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ കടുവ എവിടെയാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നതിന് ഒരു 200 മീറ്റർ മാറി കടുവയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതൊരു അസാധ്യമായ കാര്യമെന്നായിരുന്നു ഇന്നലെ വരെ പറഞ്ഞിരുന്നത്. പക്ഷേ 2 ദിവസം കൂടി നോക്കിയതിന് ശേഷം കൂട്ടിൽ കയറുന്നില്ല എങ്കിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ നൽകുന്നത് അനിവാര്യമായ കാര്യമാണ്. അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടറുടെ സംഘം, വെറ്ററിനറി ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടറുടെ പരിശോധനയിൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അപ്പോഴും ഈ കൂട് ഉൾപ്പെടെ ഈ കടുവയുള്ള സ്ഥലത്തേക്ക് കൊണ്ട് സ്ഥാപിച്ച ആ കൂട്ടിലേക്ക് കടുവയെ കയറ്റാൻ വേണ്ടിയുള്ളൊരു നടപടി ഉണ്ടായേക്കുമെന്നും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. എന്തായാലും ഈ കാലിനേറ്റ പരിക്ക് അത് കുരുക്കിൽ കുടുങ്ങിയത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പരിക്കുണ്ടാകാനുള്ള അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിക്കുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്, അല്ലെങ്കിൽ ചുരുക്കമാണ്. എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ കാര്യക്ഷമമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മയക്കുവെടി വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ DFO ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അറിയാനും കഴിയുക. SK. ഓക്കെ, താങ്ക് യു.